ശ്രീ രാധാകൃഷ്ണന് യദുവിനെ അറിയായിരിക്കും. അറിയാം. ഡ്രൈവർ യദു അതെ എന്ന് പറഞ്ഞാൽ അതെ. KSRTCയിലെ ഒരു താൽക്കാലിക ജീവനക്കാരനായി. നമ്മുടെ ആര്യ രാജേന്ദ്രനെ അറിയാമല്ലോ, മറക്കാൻ പറ്റത്തില്ല. തിരുവനന്തപുരത്തിൻ്റെ മേയറായിരുന്നു. സാധാരണ ആ പദവിയിലൊക്കെ ഇരിക്കുന്നവർ ഒരാൾക്ക് ജോലി വാങ്ങിക്കൊടുക്കുകയാണ്, ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തുകയാണ്. ഇത് ആര്യ രാജേന്ദ്രനിലൂടെ ഒരു കുടുംബം അനാഥമായി. ആ കുടുംബത്തിൻ്റെ നാഥൻ യദുവാണ്. യദു ഇപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷണം സൊമാറ്റോ വഴി ഓൺലൈൻ എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ്. ഒരു ജോലിയിലും കുറച്ചിലൊന്നുമില്ല, ഏത് ജോലിയും അതിൻ്റേതായ അന്തസ്സുണ്ട് തീർച്ചയായും. പക്ഷെ അതല്ല, ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഡ്യൂട്ടിയിൽ നിന്ന യദുവിനെ വളരെ മോശമായി യദുവിനോട് പെരുമാറി ആര്യ രാജേന്ദ്രനും അതുപോലെ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായ ബാലുശ്ശേരി MLA സച്ചിൻ ദേവും. അതാണ് തിരുവനന്തപുരത്ത് ഇത്രത്തോളം CPMനെ അടി കിട്ടാൻ കാരണം. അതുകൊണ്ട് യദുവിനെ ആരും മറക്കത്തില്ല. അത് തിരുവനന്തപുരത്തുകാർ മാത്രമല്ല, കേരളം മുഴുവൻ മറക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തോന്നുന്നു, ഇങ്ങനെ ഒരാളുടെ ജീവിതം കുടുംബം കുട്ടിച്ചോറാക്കിയിട്ട് ഈ മേയർ പദവിയിൽ നിന്ന് മുൻ മേയറായിട്ടിരിക്കുന്ന ആര്യ രാജേന്ദ്രനെ പറ്റി പറയാൻ ഒരുപാടുണ്ടാകും. അതെ. ഇതാണ് തൊഴിലാളി വർഗ പാർട്ടി. ഒരു തൊഴിൽ ചെയ്തവൻ്റെ തൊഴിലിനെ നഷ്ടപ്പെടുത്തിയവരാണ് ഇന്നത്തെ ദിവസവും നല്ല ദിവസമാണ് ദേശീയ പണിമുടക്ക്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു. വയസ്സായ അച്ഛൻ, വയസ്സായ അമ്മ, 2 പിള്ളേർ, ഭാര്യ. അപ്പോൾ ഒരു കുടുംബത്തെ നോക്കി എംപാനലായിട്ട് KSRTCയിൽ, അതും ദീർഘദൂര സർവീസ്, ഡബിൾ ഡ്യൂട്ടി എടുക്കുന്നൊരു പയ്യനാണ്. ഡബിൾ ഡ്യൂട്ടി എടുക്കുന്ന എന്തുകൊണ്ടാണ്? കുടുംബം വേണ്ടി ബുദ്ധിമുട്ട് നേരിടും. അതെ. ഇന്നിപ്പം സമരം എന്താണ് അവർ പറയുന്നത്? ഡബിൾ ഡ്യൂട്ടി പാടില്ല, 8 മണിക്കൂറേ സമരം പാടുള്ളൂ, അമിതമായ ഡ്യൂട്ടി അടിച്ചേൽപ്പിക്കരുത്. അപ്പോൾ ഇത്തരം ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന് അവരുടെ തന്നെ എംപാനൽ CIT യൂണിയനിൽപ്പെട്ട ആളെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു കുടുംബജീവിതത്തെ പച്ചരി വാങ്ങിക്കുന്ന തിരുവനന്തപുരം ഭാഷയെ പറയുമ്പം അന്നം മുട്ടിച്ച ഒരു പാർട്ടിയും ഒരു CIT പോലുള്ള സംഘടനകളാണ് ഇന്ന് ദേശീയ പണിമുടക്ക്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് എനിക്ക് അദ്ദേഹത്തോടുകൂടി വളരെ അഭിമാനമാണ്. ഏത് തൊഴിലും ചെയ്യുവാൻ ആ യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തയ്യാറായിരിക്കുന്നു. ജോലി ഡ്രൈവർ പണി അല്ല എങ്കിലും ഇന്ന് നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ച സൊനാട്ട കമ്പനിയുടെ ഓൺലൈൻ ഫുഡുകൾ ഓരോ വീടുകളിലും എത്തിക്കുന്ന ജോലി ആ ചെറുപ്പക്കാരൻ ചെയ്യുന്നു. അത് ഇന്നത്തെ പണിമുടക്ക് ദിവസം ആ ചെറുപ്പക്കാരന് അത്തരം ഒരു ധീരമായ നടപടിയെടുത്തതിനൊരു ബിഗ് സല്യൂട്ട് നമുക്ക് കൊടുക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ അദ്ദേഹം ഏത് ജോലിയും ചെയ്യുവാൻ യദു തയ്യാറായതിൽ അഭിമാനമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, കേരളം പോലുള്ള തൊഴിലാളി വർഗങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും വളരെ ജമ്മി കൂടിയാൻ വ്യവസ്ഥകൾക്കെതിരെ പോരാടിയ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇളമരം കരീമിനെ ഉള്ളവരോ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരോ CITക്കാരോ ഗോവിന്ദന്മാരോ ബിനോയ് വിശ്വം പോലുള്ളവരോ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ആ ചെറുപ്പക്കാരൻ്റെ ജോലി കളഞ്ഞതിൽ ധിക്കാരപരമായ, നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പട്ടം മുതലേ അതെ, ദീർഘദൂര സർവീസായിരുന്നു. അതെ, തിരുവനന്തപുരത്ത് KSRTC സ്റ്റാൻഡിലെത്താൻ 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. PMG എന്നാണ് തുടങ്ങിയത്. PMG കൊണ്ട് ചെറുക്കുവാൻ നോക്കി, പറ്റിയില്ല. അവിടെ നിന്ന് പാളയം രക്തസാക്ഷി മണ്ഡപം കഴിഞ്ഞ് നമ്മുടെ VGT ഹാളിൻ്റെ അവിടുത്തെ സാഫല്യം കോംപ്ലക്സിൻ്റെ സീബ്ര ലൈനിൽ കൊണ്ടിട്ട് ആ സീബ്ര ലൈനിൽ മേയറുടെ വണ്ടി കൊണ്ടങ്ങ് ഒതുക്കിയിട്ടിരിക്കുകയാണ്. 10-12 യാത്രക്കാർ, എവിടെയാണോ യാത്രക്കാർ ഇത്രയും ദൂരം കോഴിക്കോട് നിന്ന് യാത്ര ചെയ്തു വരുന്നവർ വീട്ടിലെത്തുവാനും പലരും കാത്തു നിൽക്കുന്ന ആ ഒരു മാനുഷിക പരിഗണന ഈ സഖാക്കൾ എന്ന് പറയുന്നവർ കൊടുക്കുവാൻ തയ്യാറായില്ല. അതും 2 ജനപ്രതിനിധികൾ, ഈ ബാലുശ്ശേരി MLA, തിരുവനന്തപുരത്തിൻ്റെ നഗരപിതാവ്. അപ്പോൾ ഇതാണോ അവരുടെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം? യദു ഈ ജോലി ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഒക്കെ ഇതിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുക, സോഷ്യൽ മീഡിയയിൽ നല്ല ഇതാണ്. അപ്പം അതിന് താഴെ ആരോ എഴുതിയിട്ടുണ്ട്, ആര്യ രാജേന്ദ്രൻ അറിയരുത്, കാരണം ആ ജോലിയും കൂടെ കളയും, മുടക്കിക്കും.
അത്രത്തോളം കാരണം ഞാൻ ചോദിച്ചോട്ടെ, CPM പോലുള്ള ഒരു പാർട്ടി ഒരു കുടുംബയോഗത്തിൽ പോലും ആര്യ രാജേന്ദ്രനെ ഇറക്കിയില്ലെന്നുള്ളതാണ്. അല്ല, ഈ ഒറ്റ കാരണമാണ് തിരുവനന്തപുരം നഗരസഭ അവർക്ക് നഷ്ടമായത്. പക്ഷെ അവർക്കന്ന് ധീരമായ ഒരു കാര്യം ചെയ്യാമായിരുന്നു. അടുത്ത ദിവസം തന്നെ പാർട്ടി സെക്രട്ടറി പറയണം, ആ മേയർ സ്ഥാനത്ത് നിന്ന് മാറാൻ പറയണം. തീർച്ചയായിട്ടും. എങ്കിൽ നമ്മൾ CPM ഒരു കൈ കൊടുക്കുമായിരുന്നു. വാസ്തവം ഈ തിരുവനന്തപുരത്തെ അഹങ്കാരത്തിന്റെ ഒരു ആൾ രൂപമാണ് മേയർ കണ്ടത്. നമ്മൾ മേയർ, അതെ, മുൻ മേയർ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ മേയർ അതെ, കറക്റ്റ്. അപ്പൊ ഇതുപോലെ മറ്റൊരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വഴിവിട്ടിട്ടുള്ള ഒരുപാട് പറഞ്ഞപ്പോഴാണ് 84 ഓർമ്മ വരുന്നു. കാരണം CPM കടുത്ത നിലപാടെടുത്തിട്ടുണ്ട്. അറിയാം, 2-3 പൈസ മാറാകത്തോണ്ട് ഭുവനേന്ദ്രൻ എന്നുള്ള ആളിനെ ചവിട്ടിക്കുന്നത് ഈസ്റ്റ് പട്ടണത്തെ. അത് വളരെ TK രാമകൃഷ്ണൻ സാർ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ്. ഉടനെ തന്നെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റുവാൻ പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തു. ഉദയൻ ഉദയന്റെ അതിനകത്ത് കേസൊക്കെ ആയിട്ട് ഒരു ഏറെക്കാലം ആ കുടുംബം ദീർഘകാലമായി. കാരണം 2 പൈസയും 1 പൈസയും മാറൂല. അന്ന് 5 പൈസ വരുന്ന സമയം. അതെ. അപ്പോൾ 2 പൈസ, 3ഉം 2ഉം 5 പൈസ കൊടുത്തു. അപ്പോൾ 5 പൈസയായി. അപ്പോൾ ഭയം പറഞ്ഞു, ഇത് സർക്കാർ ഇപ്പോൾ 3ഉം 2ഉം നിരോധിച്ചു, 5ൻ്റെ ഒരു തൊട്ട് തരണം സാറെന്ന് പറഞ്ഞു. അതിനെയാണ് അവിടുത്തെ ഈസ്റ്റ് പോർട്ട്, അവിടെയുള്ള പോർട്ട് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് പുള്ളിയെ ഉരുട്ടി മർദ്ദിച്ച് കൊന്നത്. അപ്പോൾ അതിന് ന്യായീകരിക്കുന്ന ഓഫീസ് അന്നും തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്ന പോലീസ് അസോസിയേഷൻ സ്ട്രോങ് ആണ്. പക്ഷെ CPM ഇരുന്നിട്ടുള്ള മേയർമാരിൽ ചിലരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. നമ്മുടെ മേയർ ജയൻ ബാബു നല്ല ഡീസൻ്റ് ആയിരുന്നു, നല്ല മനുഷ്യനാണ്. കറക്റ്റ്. അദ്ദേഹം തിരുവനന്തപുരത്തിന് ചില നല്ല കാര്യങ്ങൾ. അല്ല, ശിവൻകുട്ടി മോശമല്ല. ജനകീയ കാര്യങ്ങൾ. അതെ അതെ. ഇപ്പം ജയൻ ബാബു വരുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ. ഇപ്പം നമ്മുടെ ഈ ശാന്തി കവാടം പേരൊക്കെ ONV ആണ് ആ പേരിട്ടത്. അതുപോലെ പിന്നെ നിശാഗന്ധി എന്നുള്ള പേരും ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് പുത്തരിക്കണ്ടം മൈതാനം അല്പം ഒന്ന് മോഡിഫൈ ചെയ്ത്. അത് അഡ്വക്കേറ്റ് ചന്ദ്രികയാണ്. അന്ന് ആണ് ഈ വെങ്കയ്യ നായിഡു നഗരവികസന മന്ത്രിയായിരുന്നപ്പോൾ എല്ലാ നഗരം മോടി പിടിപ്പിക്കാൻ ഫണ്ട് കൊടുക്കും. ആ ഗാന്ധി പാർക്കൊക്കെ ഒരു അനാശാസ്യ കേന്ദ്രമായിരുന്നത് അഡ്വക്കേറ്റ് ചന്ദ്രികയാണ് നഗരപിതാവായിട്ട്. അന്ന് തന്നെ 80 കോടി രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ ചന്ദ്രികയുണ്ട്, ചന്ദ്രയുണ്ട്. ചന്ദ്ര പോയപ്പോൾ നഗരവികസന മന്ത്രാലയം വന്നില്ല. ചന്ദ്രിക ഇരുന്നപ്പോഴാണ് നയനാർ പാർക്ക്. മുട്ടട വാർഡിലെ കൗൺസിലറായിരുന്നു. അതെ അതെ. മുട്ടട എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളം മുഴുവൻ അറിയാം. അല്ല, അത്തരത്തിലുള്ള മേയർമാർ ജനകീയ മേയറുകളാണ്, പാർട്ടി അടുപ്പിക്കുന്നില്ല. ഈ ജയൻ ബാബുവിന് വലിയ ജാടയൊന്നുമില്ല. ഇല്ല. ജയൻ ബാബു ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പാളയത്തൂടെയും സ്റ്റാച്യൂലൂടെയും ഒക്കെ ഓരം ചേർന്ന് ഇങ്ങനെ വലിയ പരിഗണന പോലും ആ പാർട്ടിക്കകത്ത് കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ജനകീയരായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ അഹങ്കാരത്തിന്റെ ആൾരൂപമായ ആര്യ രാജേന്ദ്രനെ ഇടയ്ക്ക് പറയുകയുണ്ടായി നിയമത്തൊക്കെ മത്സരിപ്പിക്കും. എവിടെ മത്സരിപ്പിച്ചാലും രാവിലെ 8 മണിക്ക് തന്നെ തോൽവി ഉറപ്പാണ്. എതിർ പാർട്ടിക്കാർക്ക് നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിലിരുന്നാൽ മതിയാകും. ചിലപ്പോൾ പ്രചരണത്തിന്റെ ആവശ്യമില്ല. കാരണം പാർട്ടിക്ക് ഈ തിരുവനന്തപുരം ആ മണ്ഡലത്തിൽ മാത്രമല്ല, CPM ബാക്കി 139 മണ്ഡലങ്ങളിലും വാശി എന്നോളം അടുത്ത മെയിൽ സീറ്റ് കൊടുക്കും തിരുവനന്തപുരം ജില്ലയിൽ എവിടെയെന്നോ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. സീറ്റ് കൊടുക്കുമെന്നോ പറയുന്ന. കാരണം കൊടുത്തില്ല എങ്കിൽ പാർട്ടി മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല ജനകീയ മേയർമാർ നേരത്തെ പറഞ്ഞു അഡ്വക്കേറ്റ് ചന്ദ്രിക ഇന്ന് പാർട്ടി അടുപ്പിക്കുന്നില്ല. അവരെ തരം താഴ്ത്തി LC-യിലേക്ക് വിട്ടു, ബ്രാഞ്ചിലേക്ക് വിട്ടു. അപ്പോൾ നല്ല ജനകീയ അവർ പാർട്ടിയുടെ ഉയർന്ന റെക്കമെൻഡുകൾ സ്വീകരിക്കുവാൻ തയ്യാറാകുകയില്ല നല്ല കാര്യങ്ങൾക്ക്. ഇപ്പോൾ പാർട്ടിയുടെ ഒരു സമ്മേളനം ഗാന്ധി പാർക്കിൽ വന്നു. ഒരു സ്റ്റേജിൻ്റെയും ബാക്കി കാര്യത്തിനും ഒരു എമൗണ്ട് വേണം. മേയറോട് പറയും, പിന്നെ രാമേന്ദ്രനിൽ വിളിച്ച് പറഞ്ഞ് ഇത്ര കൊടു, ഓഫീസിൽ വിളി, അവിടെ വിളി, സ്റ്റേജിൻ്റെയും ബാക്കി മൈക്കിൻ്റെയും ഇവൻറ്റിൻ്റെയും പൈസയാവും. പക്ഷേ ഒരു മേയർ എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റ് ചന്ദ്രിക പോലുള്ളവർ അത് ചെയ്യുകയില്ല. അവരവരുടേതായ മേയർ, നഗരപിതാവ് എന്നുള്ള ക്രെഡിബിലിറ്റിയിൽ നഗരത്തിലിരിക്കും. പക്ഷേ ആര്യ ഇവിടെ മേയർ ആയിരുന്നു എങ്കിൽ തന്നെയും ഭരിച്ചത് കംപ്ലീറ്റ് ജില്ലാ കമ്മിറ്റിയാണ്. അറിയാമല്ലോ, ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ്റെ ലെറ്റർ പേഡിൽ 72 പേരെ കണ്ടിജൻസ് തൊഴിലാളിയായിട്ട് നിയമിക്കണമെന്ന് പറഞ്ഞ് പാർട്ടി ലെറ്റർ പേഡ്, അതാണ് PSC ഓഫീസ്, മട്ടുക്കടയുള്ള പാർട്ടി ഓഫീസിൽ നിന്ന് ലെറ്റർ എഴുതി ആര്യയ്ക്ക് അയക്കുക. ഈ 72 പേരെ നിങ്ങൾ കണ്ടിജൻസ് സ്റ്റാഫായിട്ട് നിയമിക്കുക. അങ്ങ് ഓർഡറുടെയാണ്. അപ്പോൾ ഇവിടെ
എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നോക്കുകുത്തി, പബ്ലിക് സർവീസ് കമ്മീഷൻ നോക്കുകുത്തി, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്യണ ഇൻ്റർവ്യൂ ബോർഡ് നോക്കുകുത്തി. ഇവിടെ അങ്ങ് PSCയുടെ ഉത്തരവാദിത്വവും എംപ്ലോയ്മെൻറ്റ് ഉത്തരവാദിത്വവും നഗരസഭാ സെക്രട്ടറിയുടെ ഇൻ്റർവ്യൂ ബോർഡും എല്ലാം മേട്ടുക്കടയിലുള്ള ജില്ലാ സെക്രട്ടറിയും അവിടുത്തെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരും ഏറ്റെടുത്തിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ SAT-യിൽ നടന്ന അഴിമതി, അവിടെ NGO യൂണിയൻ്റെ ഒരു ലേഡി എന്ന് പറയുന്ന, എൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ താമസം, എത്ര ലക്ഷം രൂപ ഓരോ സാധാരണ സ്ലീപ്പർ തസ്തികയ്ക്കും സെക്യൂരിറ്റിക്കും ലാസ്റ്റ് ഗ്രേഡിനും വാങ്ങിച്ചു. അവസാനം അവിടുത്തെ കൗൺസിലറും കൂടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ബാന്ധവത്തിലാണ്. ഇത് പാർട്ടിയുടെ ഉന്നത സപ്പോർട്ടില്ലാതെ സാധാരണ ഒരു സൂപ്രണ്ടിങ് റാങ്കിലുള്ള ഒരു ലേഡി ഇത്രയും കാശുകൾ വാങ്ങിച്ച ആൾക്കാരെ നിയമിക്കുമോ? അപ്പോൾ ഇതിൻ്റെ എല്ലാം ഷെയർ അന്നത്തെ ജില്ലാ കമ്മിറ്റികളിൽ എത്തും. മൊത്തം മെഡിക്കൽ കോളേജിൽ അഴിമതിയാണ്. ഇവർ VS ശിവകുമാർ ആരോഗ്യവകുപ്പ് മന്ത്രി ആയി കയറിയ ഉടനെ തന്നെ അദ്ദേഹം നിയമിച്ച എല്ലാ ടെമ്പററി സ്റ്റാഫിനെയും ഇവർ പറഞ്ഞു വിട്ടു. അപ്പോൾ തൊഴിലാളി വർഗത്തിന് വേണ്ടി പറയുന്ന ഒരു, നമുക്കെന്ത് പറയാം, ജീവിതത്തിൻ്റെ ഒരു രക്തസാക്ഷിയാണ് യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഈ യദുവിനെ വേണമെങ്കിൽ UDF-കാർക്കോ NDA-കാർക്കോ വേണമെങ്കിൽ അതാണ് അദ്ദേഹത്തിൻ്റെ ആയുധമാക്കി മാറ്റാം. എന്തിന്? ബാലുശ്ശേരി മണ്ഡലത്തിലാണ് ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവൻ ഇപ്പോൾ അവിടുത്തെ MLA അതെ അതെ വീണ്ടും മത്സരിക്കും. അതെ, അവിടെ ഇറക്കി പ്രചാരണത്തിന് വിടണം. പ്രചാരണത്തിന് മാത്രമല്ല ചേട്ടാ, കാരണം എലിജിബിൾ ക്വാളിഫിക്കേഷൻ പയ്യനുണ്ട്. ജീവിക്കാൻ വേണ്ടി ഡ്രൈവർ ആയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ അസംബ്ലിയിൽ ഇരിക്കുന്ന MLA-ക്കാളും ക്വാളിറ്റിയുള്ള ചെറുപ്പക്കാരനാണ് യദു. ഏതെങ്കിലും ഒരു കക്ഷി അയാളെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ BJP ആയാലും കോൺഗ്രസ് ആയാലും മറ്റു പാർട്ടികളായാലും സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് എൻ്റെ. അത് ബാലുശ്ശേരി തന്നെ ആണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അപ്പം കേരളത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കോമരങ്ങളുടെയും ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളുടെയും പോയ്മുഖം അയാൾ ജയിച്ച് അസംബ്ലിയിൽ വന്നാൽ നല്ലൊരു മാതൃക കേരളത്തിനാവും. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഇപ്പോഴും പുരോഗമനവാദം പറയുന്നവർ ഇന്നത്തെ ബന്ദിൻ്റെ എന്താ സന്ദേശം? ലേബർ കാർഡ് പാടില്ല. അവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതിക്ക് സമയം കൂട്ടിക്കൊടുത്തത് ശരിയായില്ല. അർഹമായ വേതനങ്ങൾ കൊടുക്കുന്നില്ല. 8 മണിക്കൂർ ജോലിയാണ് അവരുടെ. ചിക്കാഗോ തെരുവീതികളിൽ ചിന്നിച്ചിതറിയ ചോരപ്പൊങ്കൾക്ക് 1000 അഭിവാദ്യങ്ങളാണ് ഇന്ന് ലോക് ഭവനിലേക്ക് പോണ മാർച്ചിൻ്റെ മുദ്രാവാക്യം. ഇപ്പോൾ ഞാനോ ഒരു മൾട്ടിനാഷണൽ കമ്പനി ഇവിടെ വന്നു, US സോഫ്റ്റ്വെയർ. എനിക്ക് 11 മണിക്കൂർ ജോലി ചെയ്യുന്ന അതിൻ്റെ ശമ്പളം തരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു തൊഴിൽ നയം ഇൻ്റർനാഷണൽ നയമാണ്. ആ നയത്തിൽ പറയുന്നത് എന്താണ്? ജോലി ചെയ്യുന്ന സമയം അത്രയും ശമ്പളം കൊടുക്കണം. ഞാൻ 12 മണിക്കൂർ ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇവിടുത്തെ ട്രേഡ് യൂണിയൻ്റെ തൊഴിൽ ലേബർ കാർഡോ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് വേതനം കിട്ടുന്നു. ഇപ്പോൾ എയർപോർട്ടിലെ മൾട്ടിനാഷണൽ കമ്പനികളിൽ ആ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ 0.1 സെൻസ് റിട്ടയർഡ് ആകുമ്പോൾ കൊടുക്കുകയാണ്. കമ്പനി ഓണർമാരിൽ ഒരാളാണ് തൊഴിലാളികളെന്നാണ് പുതിയ ലേബർ നയം വരുന്നത്. ഇവരതിനെ എതിർക്കുന്നു. 2, ഇവിടെ നോക്കുകുത്തിയായിട്ടിരിക്കുന്നവർ ചുമ്മാ കസേരയും മേശയും ഇറക്കുന്നതിന് പൈസ വാങ്ങിക്കുന്നു. അത് തെറ്റല്ലേ? അതിനെതിരെ ഇവരെന്തെങ്കിലും ഉണ്ടോ? പല ഗവൺമെൻറ് ഓഫീസുകൾ മാറുമ്പോഴോ വീട്ടുപകരണം. അപ്പം ഇവർക്കെല്ലാം ഒരു പാഠമായിട്ട് നിൽക്കട്ടെ എന്ന് നമുക്ക്. യദു കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മാതൃകയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം എന്ത് പണിയും എടുക്കുവാൻ, ഏത് തോട്ടിപ്പണിയും എടുക്കുവാൻ തയ്യാറാണ് എന്നുള്ള ഇതിലാണ് ഈ സുഖി ഓടുവാൻ ഇപ്പോൾ പോകുന്നത്. ആ പയ്യന് ഒരു ബിഗ് സല്യൂട്ടാണ്. കാരണം എന്തിനും എവരും ഇതുവരെ ആനുകൂല്യം കൊടുത്തിട്ടില്ല. അതിലുള്ള ക്യാമറ 4 ക്യാമറ ബസ്സിൽ നിന്ന് അദ്ദേഹം യൂണിയനായിട്ടുള്ളതെന്ന് CIT-ക്കാർ ഇളക്കി മാറ്റി. കോടതിയിൽ പോലും തെളിവ് നശിപ്പിച്ച് ആ കുടുംബത്തെ കുളം തോരിയ ഈ പാർട്ടി ഇനി വരരുത് എന്നുള്ള ചിന്ത കേരളത്തിലെ യുവാക്കൾക്കുണ്ട്. അതിൻ്റെ മാതൃകാ രക്തസാക്ഷിയാണ് യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.